അവിടുന്ന് ഇടിഞ്ഞ് വീണ കേട്ടോ. അങ്ങോട്ട് വണ്ടി കടത്തി വിടത്തില്ല, വിജിലമ്പിച്ച് കിടക്കും കേട്ടോ. ഗൈസ് ചള്ളക്കകത്ത് പോയി. അത് കല്ലറ ഈ അടി ഇടിച്ചേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഗൈസ്. പശുമ്പൊക്കെ ഉണ്ട് കേട്ടോ, ചത്ത പോലെ കിടന്നേക്കാണ്. സയാമീസ് ഇരട്ടകളെ പോലെ തന്നെ. ഇതാണ് കേട്ടോ ഗൈസ് ത്രാസ്. കാഞ്ഞിരപ്പള്ളി ഗൈസ്, കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ സ്പോട്ടാണ് കേട്ടോ. ഇങ്ങനെ ഉറവ കേട്ടോ. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂടംപ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നേരെ വണ്ടി എടുത്ത് ഇപ്പോൾ കറക്റ്റ് നിൽക്കുന്ന ലൊക്കേഷൻ സെൻറ്റ് ആൻ്റണീസ് കോളേജിൻ്റെ താഴെ കേട്ടോ. അത് നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് കോളേജ്, അതിൻ്റെ തൊട്ട് താഴെ എത്തി കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ നോക്കിയാൽ ഗൈസ് രക്ഷയില്ല കേട്ടോ. ഇച്ചിരി കൂടെ നേരത്തെ വരുമായിരുന്നു. അതുപോലെ തന്നെ ഫുള്ള് സ്നോ കാണാം, ഇതുപോലെ ഫുള്ള് മൂടി കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഫുള്ള് മുള്ളമ്പഴം കേട്ടോ, വല ഇട്ട് വെച്ചിരിക്കുക. നിങ്ങളുടെ അവിടെ എന്നാ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ സാധനത്തിന് എന്നാ പറയുന്നത് വെച്ചാൽ ചെറിയൊരു കുളം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് കൈത കേട്ടോ, കൈത അങ്ങനെയുള്ള ഐറ്റംസാണ്. അവിടെയും കൈത. നേരത്തെയൊക്കെ ഇവിടെ ഫുള്ള് തേയിലയായിരുന്നു, അത് ഫുള്ള് മാറ്റി ഇപ്പോൾ കൈതയാക്കി കേട്ടോ. ഗൈസ് ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി. എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇത് നോക്കി ഗൈസ്, ഫുള്ള് അവിടുന്ന് ഇടിഞ്ഞ് വീണ കേട്ടോ. എൻ്റെ പിന്നെ ഒരു കല്ലൊക്കെ എനിക്ക് നോക്കി ഗൈസ്. ഞങ്ങളിപ്പോൾ വന്ന് വളഞ്ഞങ്ങാനം എത്തി കേട്ടോ. വളഞ്ഞങ്ങാനത്ത് നിർത്തി. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വെള്ളം വലിയ രീതിയില്ല, കുറവാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും 7 വർഷം വീണ മരം. അതുപോലെ തന്നെ ഞങ്ങൾ കോട്ട് ഇട്ടു കേട്ടോ, കാരണം മഴയുണ്ട്, കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാട് നിന്ന് റൈറ്റ് എടുത്ത് നേരെ കുമളി റൂട്ട് വന്നു. കുമളി റൂട്ട് വരുമ്പോഴത്തേക്കും പഴയ പാമ്പനാർ പാലം. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ഇറങ്ങണം കേട്ടോ, ചാർലിക്കുളത്തിന് പോകാൻ വേണ്ടി. ഇങ്ങോട്ട് നേരെ പാമ്പനാറ് കുമളി അങ്ങനെ അങ്ങ് പോകാം കേട്ടോ. ഗൈസ് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ലെഫ്റ്റ്. ഗൈസ് നമ്മൾ അവിടുന്ന് പഴയ പാമ്പനാറിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നേരെ കിടപ്പുണ്ട്. പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. അവിടുന്ന് നേരെ പോകുന്ന കട്ടപ്പന റൂട്ടാട്ടോ. അവിടുന്ന് റൈറ്റ് വേണം തിരിയാൻ. റൈറ്റ് തിരിയുമ്പോഴത്തേക്കും നേരെ ലാഡർത്തോട്ടാട്ടോ വരുന്നത്. കയറി കുറച്ച് വന്ന് കഴിയുമ്പോൾ ഒരു അമ്പലം കണ്ടോ, നല്ല രസമാട്ടോ ഇവിടെ കാണാൻ. അത് നേരത്തെ ഞാൻ ഗോകുലം പാല് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് കൊടുക്കുന്ന കട കേട്ടോ ഇത്. ഇവിടെ വന്നിട്ടാണ് വണ്ടി തിരിച്ച് പിന്നെ റിട്ടേൺ പോകുന്നത്. പാമ്പനാറ് കുമളി അങ്ങനെ പോകും സെയിൽ ചെയ്ത്. ഇത് തുറന്നിട്ടുണ്ട്, ഈ കടയ്ക്കകം കാണിക്കായിരുന്നു, നല്ല രസമാണ് കാണാൻ. ഗൈസ് നമ്മൾ ഇച്ചിരി നേരം മുമ്പ് നിന്ന് കടയുടെ അവിടുന്ന് നേരെ റിട്ടേൺ വന്നിട്ട് ഞാൻ ആദ്യം ബൈക്ക് നിർത്തിയത് ഇവിടെ കൊണ്ട് ബൈക്ക് വെച്ചപ്പം മറ്റേ സെക്യൂരിറ്റി പറഞ്ഞ് അവിടെ വയ്ക്കാൻ പാടില്ല, താഴോട്ട് ഇറക്കി വെക്കണമെന്ന് പറഞ്ഞ് താഴെ ഇറക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് പോകേണ്ട സ്പോട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ അകത്തോട്ട് വേണം കേട്ടോ പോകാൻ. ഗൈസ് ഇപ്പോൾ ഒന്ന് ചേച്ചിയുണ്ടോ, അവർ തേയില നുള്ളാനായിട്ട് പോകുന്നവരാട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. സാറിന് ഞായറാഴ്ച തിരക്ക് വരുന്നത്, വെള്ളിയാഴ്ചയായിട്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്, അവരെല്ലാം ഉള്ളിൽ കാണാൻ കേട്ടോ. നമ്മൾ പോകുന്ന വഴി കേട്ടോ. ഇങ്ങോട്ട് വണ്ടി കടത്തി വിടത്തില്ല, നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നടന്ന് വേണം വരാൻ. ഗൈസ് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി ഫുള്ള് വിജിലമ്പിച്ച് കിടക്കും കേട്ടോ. ആ ചേച്ചി വരുന്നത് തെന്നും നോക്കി വരണം എന്നാട്ടോ ഇവിടെ പറഞ്ഞത്. ഫുള്ള് ട്രാക്ടർ പോയ വഴി കേട്ടോ. ട്രാക്ടർ പോയിട്ടുണ്ട്, പിന്നെ ജീപ്പ് പോകത്തുള്ളൂ കേട്ടോ. പോകുന്ന എല്ലാ വണ്ടിയും പോകും, പക്ഷേ അടിയൊക്കെ ഇടിച്ച് വരഞ്ഞ് വേണം പോകാൻ. ചേച്ചി കേട്ടോ അവർ തന്നെ ഇരുന്ന് ഇതാട്ടോ ഒരു ഗാർഡ് വരുന്നത്. ഒരു വണ്ടി കയറ്റി വേണം സമ്മതിക്കത്തില്ല ഗൈസ്. ഗൈസ് വരുന്ന വഴിക്ക് അവിടെ എൻ്റെ ഹെൽമെറ്റിൻ്റെ ചിഹ്നം എടുത്ത സാധനം ഇളകി വീണു ഗൈസ്, ചള്ളക്കകത്ത് പോയി. ഇനി ഇത് കഴുകിയിട്ട് വേണം കേട്ടോ വെക്കാൻ. അതുപോലെ തന്നെ ഇവിടെ ശ്മശാനമാണ് കേട്ടോ, ഖബർസ്ഥാനോ 1 2 3 ഒഴിയോ 2 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇതാ അവിടെ അതുകൊണ്ട് ഗൈസ് അവിടെ ഉണ്ട്. അതുപോലെ കല്ലറ ഗൈസ് അവിടെ ഉണ്ട് കേട്ടോ 2 എണ്ണം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന വഴിക്ക് 2 വഴിയായിട്ട് തിരിയും. ഒന്ന് അവിടുന്ന് നേരെ വന്ന് ഇങ്ങനെ പോകുന്നത്, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കൂടി ഇതുവഴി വേണം കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി. ഗൈസ് ഞാൻ 2 വഴി തിരിയുന്നതല്ലോ, ഒരെണ്ണം ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു, പിന്നെ അവിടുന്ന് ഇവിടം വരെ നമുക്ക് സുഖമായിട്ട് കോൺക്രീറ്റ് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഇറക്കണമെങ്കിൽ അടി ഇടിച്ചേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഗൈസ്. അതേ സമയത്ത് നമ്മുടെ കെട്ടിയവൾ 2 ഹെൽമെറ്റ് നോക്കി പോകുന്നുണ്ട് കേട്ടോ. രാവിലെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ, അതാ കോട്ടിട്ടത്. ഏത് നിമിഷവും മഴ പെയ്യും. ഇവിടെ 2 കുളമാണ് കേട്ടോ ഉള്ളത്. ഒരെണ്ണത്തിൽ വെള്ളമില്ല, ഒരെണ്ണത്തിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ വെള്ളമില്ല കേട്ടോ. ഇവിടെ കേട്ടോ മറ്റേ ഷൂട്ടിങ് നടന്നത് നമ്മുടെ ചാർലിക്കകത്ത്. അതല്ല ഇതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. പശുമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് തേയിലത്തോട്ടത്തിന് ഒത്ത നടുക്കാണ് കേട്ടോ. ചത്ത പോലെ കിടന്നേക്കാണ് ഈ പശു. എഴുന്നേറ്റോ, കിടാവാ കേട്ടോ.
എന്ത് കളർ, എന്ത് രസം ഇതിനെ കാണാൻ. ഇതാണ് ഗൈസ് ചാർലിക്കുളം. നിങ്ങളെല്ലാം കാണാൻ ആഗ്രഹിച്ച രാവിലെ ഞാൻ പറഞ്ഞ ആ ചാർലിക്കുളം ഇതാണ് കേട്ടോ. നല്ല മഴയാണെങ്കിൽ ഇവിടെ നിറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഒഴുകും കേട്ടോ, റോഡിന് നടുക്കും ഗൈസ്. അതേ സമയത്ത് ചേച്ചിമാർ തേയില നുള്ളാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ചള്ളക്കകത്ത് പോയി നിൽക്കുന്ന സാധനം കേട്ടോ, നമുക്ക് ഈ വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. ഓ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ ഗൈസ്. ഇതിന് അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരിടയ്ക്ക് വന്നപ്പം വെള്ളമില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. തേയില പോകുന്ന ചേച്ചിമാരുടെ പട്ടിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇത് മഴ തുടങ്ങുന്നത് നല്ല മഴയായിരുന്നു. ഇത് ഫുള്ള് നിറഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ ഒഴുകി ഈ കുളം നിറഞ്ഞ് വെള്ളം അതുവഴി ഇങ്ങനെ ഒഴുകി പോവായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും. ഓ ഗൈസ് തേയില നുള്ളാൻ പോകുന്ന ചേച്ചിമാരാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് വണ്ടി വെച്ച് അവിടെ നിന്ന് നടന്ന് ഇറങ്ങി വന്നപ്പം അവിടെ കുറച്ച് നിന്നു. അവിടെ 2 കുളം കേട്ടോ. ഈ കുളത്തിൽ വെള്ളമുണ്ട്, അവിടെ വെള്ളമില്ല. പിന്നെ അതുപോലെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പം ചേച്ചി ഇത് കൊളുന്ത് നുള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ. നുള്ളുമല്ല, പണ്ടായിരുന്നു നുള്ളുന്നത്, ഇപ്പം മെഷീനാട്ടോ. ഒന്ന് കേട്ടോ ചേച്ചി, വയസ്സ് ഇപ്പം കാണിക്കട്ടോ. വയസ്സ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഈ ചാക്കിനകത്തോട്ട് നിറയ്ക്കും കേട്ടോ. ഇത് ഫുള്ളാകുമ്പോൾ നിർത്തുമോ, അങ്ങനെയാണോ? കമ്പയിലെടുത്ത് കൊല്ലി കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിൽ തട്ടണം, സായങ്കാലം വൈകിട്ട് അതിൽ നിർത്ത് വീട്ടിൽ പോകും. അവർക്കൊന്ന് മൊത്തം കിടക്കും. ചേച്ചി എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനകത്ത് ഫുള്ള് നിറച്ചിട്ട് 2-3 ചാക്ക് വേണം. അത് ഫുള്ള് നിറച്ചിട്ട് ഇവർ മറ്റേ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോയിട്ട് റെഡിയാക്കി വെക്കുമെന്നാണ് പറയുന്നത്. ഇത് 2-3 ചാക്ക് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഡ്യൂട്ടി കഴിയുമെന്ന് പറയും, ഇവിടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ട്രാക്ടർ നമ്മളിപ്പോൾ പോകുന്നപ്പോൾ വഴി കണ്ടില്ലേ, ട്രാക്ടറിൻ്റെ പാടുണ്ടെന്ന്. ആ വണ്ടി ഇവിടെ വന്ന് ഫുള്ള് ഈ ഇരിക്കുന്ന തേയില ഫുള്ള് സ്റ്റോക്ക് എടുത്തുകൊണ്ട് കമ്പനിയിലോട്ട് പോകും കേട്ടോ. കമ്പനി വെച്ചാൽ ഫാക്ടറി. ആ ചേച്ചീനെ കേട്ടോ തേയില നുള്ളിക്കൊണ്ടിരിക്കുന്നു, മെഷീന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നതൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 മരം കേട്ടോ, സയാമീസ് ഇരട്ടകളെ പോലെ തന്നെ കറക്റ്റ് ഒരേപോലെ. ഇതെല്ലാം അവരുടെ ബാഗ് കാര്യങ്ങൾ കടുങ്കാപ്പി ഐറ്റംസ് എല്ലാം കേട്ടോ. ഓരോരുത്തരുടെയും ഒരു ഫ്ലാസ്ക് ഇരിക്കുന്നുണ്ട്, അവരെല്ലാം വീട്ടിൽ നിന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന കേട്ടോ. അതെ ഗൈസ്, ഈ ത്രാസ് ഇതാണ് കേട്ടോ ഗൈസ്, ത്രാസ്. ഇങ്ങനെ ആ തേയില നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് വലിക്കും കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മൾ ബലം കൊടുക്കുന്നതോറും ഈ സാധനം ഇങ്ങനെ ടോപ്പിലോട്ട് ഇങ്ങനെ വരും. അങ്ങനെയാണ് തൂക്കി നമ്മുടെ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പക്ഷെ ഇവിടുന്ന് വ്യൂ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. നോക്കിയേ, നല്ല തണലും ഈ മരത്തിനടിയിൽ. അവർക്കെല്ലാം സടങ്ങ് ഇവിടെ ഇത് കാഞ്ഞിരപ്പള്ളി അവർ കാഞ്ഞിരപ്പള്ളിക്കാരുടെ നല്ല പഠിക്കണം. ഓ ഗൈസ്, ഇത് ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ ആണ് കേട്ടോ സ്ഥലം അല്ലേ? ചേച്ചി പറഞ്ഞത് AVTയുടെ അല്ല കേട്ടോ, AVTയുടെ ആയിരുന്നു. പിന്നെ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ എടുക്കുന്നവർ ആരാണെന്ന് നമുക്കറിയത്തില്ല. അറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ലാട്രത്ത് ഈ എസ്റ്റേറ്റ് ഫുള്ള് കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ ആണോ കേട്ടോ പറയണേ. കാഞ്ഞിരപ്പള്ളിക്കാരൻ ആരാന്നറിയത്തില്ല, അച്ചായനാണോ ആരാന്നറിയത്തില്ല. ആരായാലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പുള്ളിക്ക് ഈ എസ്റ്റേറ്റിൽ കുറേ ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ തന്നെ കുറേ ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറെ എസ്റ്റേറ്റ് മാറി അവിടെ ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ബംഗ്ലാവ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ചേച്ചി. ഓ ഗായ്സ്, കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ സ്പോട്ടാണ് കേട്ടോ. ഈ സാധനം ഫുള്ള് കാഞ്ഞിരപ്പള്ളിക്കാരൻ ഇപ്പോഴാട്ടോ അറിയാം. ഞാൻ ഓർത്ത് AVTയുടെ ആണെന്ന് കേട്ടോ ഓർത്ത്. ഓ ഗായ്സ്, അതുപോലെ തന്നെ ഇവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 58 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആവും അല്ലേ?
58 റിട്ടയർഡ് ആവും. പിന്നെ ഇതിന് സാലറി എങ്ങനെയാ ചേച്ചി? സാലറി நம்ம இப்படி இருந்தாலும் இருக்கலாம், தமிழ்நாடு போகலாம். ആ അല്ല ഇതിപ്പോൾ എന്നുള്ളതിന് ക്യാഷ് இது தலைப்பறைக்கு അല്ല കൂലി എവ്വളോ? கூலியா ആ 400. 400. ഓ ഡേ കിലോയ്ക്കാ ഒരു ഡേ ദിവസം. ഒരു ஒரு தோசை 400. ഓ ഗൈസ് ഒരു ദിവസം ഇവർക്ക് ആണുങ്ങൾക്കോ ചേച്ചി? എല്ലാവർക്കും 400. ഓ ഈ കൊളുന്ത് എന്നുള്ളതിന് ഇവർക്ക് ചേച്ചിമാർക്ക് 400, ആണുങ്ങൾക്ക് 400 തന്നെ കേട്ടോ. 400 കൊണ്ട് എന്നാ ആണേ? ഓ ഗൈസ് 400 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ 58 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആവും. പെൻഷനുണ്ട്, സർക്കാർ ജോലി പോലെ തന്നെ കേട്ടോ. പെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. 58 വയസ്സ് കഴിഞ്ഞു റിട്ടയർഡ് ആയി കഴിയുമ്പോഴത്തേക്ക്. പേരെന്നാക്കാ? പ്രേമ. என் பேர் പ്രേമ, ഓക്കെ. கணித்துட்டு വയസ്സ് ചേച്ചിയുടെ പേര് പ്രേമ എന്നാണ് കേട്ടോ. വയസ്സ് ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് നിന്ന് വന്നു കേട്ടോ. വേറെന്നാ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടാത്ത സമയത്ത് ഇവർ നേരെ വീട്ടുജോലിക്ക് പോകും കേട്ടോ. വീട്ടുജോലിക്ക് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ലൊക്കാലിറ്റിയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചേച്ചിയുടെ നാട് തൃച്ചി കേട്ടോ. തൃച്ചിക്കാരിയാണ്. പ്രേമ എന്നാണ് പേര്. വയസ്സ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടെന്ന് ചേച്ചി അവിടെ ഉണ്ട് കേട്ടോ. ചേച്ചി അതേ സമയത്ത് കൊളുന്ത് മെഷീൻ വെച്ച് എടുത്തുകൊണ്ടിരിക്കുക. നമ്മളിനി റിട്ടേൺ പോവുകയാണ് കേട്ടോ. ഗ്യാസ് അവിടെയും കുറേ ചേച്ചിമാർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഉള്ളവരായ തീരാണ്. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുറേ പേര് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. നമുക്കിനി റിട്ടേൺ വന്ന വഴി തന്നെ തിരിച്ചു പോകണം കേട്ടോ. വയസ്സ് ഈ കിടക്കുന്ന വെള്ളം ഒഴുകി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ പോകുന്നതാണ് കേട്ടോ വേണ്ടത്. അതല്ല കേട്ടോ, ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഉറവയുണ്ട് അടിയിൽ കൂടെ. വയസ്സ് ഇത് കണ്ടോ, ആ വരുന്ന ഇതുവഴി ഇങ്ങനെ ഉറവ കേട്ടോ. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇത് നിറയുന്നത്. ഓ ഗൈസ് ഞാൻ ഷോട്ട് എടുത്ത് വീഡിയോ എടുത്ത് എൻ്റെ കെട്ടികളെ ഞെട്ടിട്ട് പോയി കേട്ടോ. ഓ ഗൈസ് എന്ത് നടക്കുന്നവള്